ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് ഖൊമേനിയുടെ വധത്തെ അപലപിച്ചില്ല? ഈ ചോദ്യം ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കകളും ഏറുകയാണ്. ഇറാൻ ഇന്ത്യയെ ആക്രമിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം. നരേന്ദ്രമോദി ഇറാനോട് നന്ദികേട് കാണിച്ചു. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇന്ത്യയെ ആക്രമിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്ന് ഞാൻ പറയും. കാരണം ഇപ്പോൾ തന്നെ ഗൾഫിനെ മുഴുവൻ ശത്രുക്കളാക്കി. അമേരിക്ക ഒരാൾ രണ്ടുപേരുമായിട്ട് നമ്മൾ വഴക്കിടുക എന്നിരിക്കട്ടെ, നമ്മുടെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ അവരും കൂടെ ചേർന്ന് നമ്മളെ ആക്രമിക്കില്ലേ? അങ്ങനെ ഒരു മണ്ടത്തരം ഇറാൻ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ പലയിടത്തും പല ചോദ്യങ്ങളുണ്ട്. മോദി ഇറാനോട് നന്ദികേട് കാണിച്ചോ? ഇന്ത്യയെ ഒരുപാട് സഹായിച്ച രാജ്യമാണ് ഇറാന്. ഇന്ത്യക്ക് വില കുറച്ച് എണ്ണ തന്നിട്ടുണ്ട്. മോദി പിന്നെ എന്തുകൊണ്ടാണ് ഖമൈനിയുടെ വധത്തെ അപലപിക്കാതിരുന്നത്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയോട് അനുഭവം പ്രകടിപ്പിച്ച രാജ്യം തന്നെയാണ് ഇറാന്. അത് സംശയമൊന്നുമില്ല, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഇസ്രായേൽ പോലെ നിരന്തരമായിട്ട് ഇന്ത്യയോടൊപ്പം നിന്നൊരു രാജ്യവുമല്ല ഇറാൻ. അപ്പൊ അത് വ്യക്തമായിട്ട് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം ഞാനത് വ്യക്തമാക്കാം. അപ്പോ 3 കാരണങ്ങളാലാണ് മോദി ഇറാനോട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഇറാനെതിരായ ആക്രമണത്തിൽ ഇറാന്റെ ഭാഗം ചേർന്ന് ഇറാനെ അനുകൂലമായിട്ട് സംസാരിക്കാതിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം, ലോകരാജ്യങ്ങൾ, ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇറാനെ എതിർത്ത് നിൽക്കുകയാണ്. കാരണം ഇറാനിൽ തന്നെ ഖമനയ്ക്കെതിരായിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സർക്കാരിനെ ഇന്ത്യ അനുകൂലിക്കേണ്ട കാര്യമില്ല. പണ്ടത്തെ ഖിലാഫത്തിന്റെ കാലമല്ല. ഖിലാഫത്തില് തുർക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടാതിരുന്ന സുൽത്താനെ അനുകൂലിച്ചാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രക്ഷോഭം നടത്തിയത്. ആ കാലമല്ല. ഇറാനിലെ ജനതയ്ക്ക് വേണ്ടാത്ത ഒരു ഭരണകൂടമാണെങ്കിൽ ഇന്ത്യ അവരെ അനുകൂലിക്കാൻ പോവില്ല. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ മിക്ക രാജ്യങ്ങളും എതിരാണ്. അതായത് ഇപ്പം G7 രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എന്തിനാ അർജന്റീന പോലും ഖമനയെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടാണ് അർജന്റീനൻ പ്രസിഡന്റ് വരെ സംസാരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഖമനയെ അനുകൂലിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC-യിൽ 50 രാജ്യങ്ങളുള്ള 50 ഇസ്ലാമിക് രാജ്യങ്ങളുടെ സംഘടനയാണ്. വെറും 10 രാജ്യങ്ങൾ മാത്രമാണ് ഇറാൻ അനുകൂലമായിട്ട് സംസാരിച്ചത്. അതായത് 40 രാജ്യങ്ങളും ഇറാനെ എതിർത്ത് നിൽക്കുകയാണ്, ഇസ്ലാമിക രാജ്യങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരി ഗൾഫ്, ഇന്ത്യക്ക് ഏറ്റവും അടുപ്പമുള്ളത്, ഇറാനേക്കാൾ അടുപ്പമുള്ള അറബികളുമായിട്ടാണ്. ഈ നമ്മുടെ നാട്ടിൽ പലരുടെയും തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ അറബികളും ഇറാനികളും ഒന്നാണ്. രണ്ടും വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ്. അവരുടെ മതം പോലും വേറെയാണ്. അറബികൾ സുന്നികളാണെങ്കിൽ ഇറാനിൽ ഷിയാക്കളാണ്. അതുപോലെ തന്നെ അറബികൾ സംസാരിക്കുന്ന അറബി ഭാഷയാണെങ്കിൽ ഇറാനിൽ സംസാരിക്കുന്നത് പേർഷ്യനാണ്, ഫാർസിയാണ്. വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ്. വംശീയമായിട്ടും എല്ലാം വ്യത്യസ്തരാണ്. ഇറാൻകാർ ആര്യന്മാര്, അറബികൾ അങ്ങനെയുള്ളവരല്ല. അപ്പം അറബികളുടെ താല്പര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനം. 1 കോടിയോളം ഇന്ത്യക്കാർ 6 അറബ് രാജ്യങ്ങളിലായിട്ട് തൊഴിലെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAE-യുടെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു, പ്രത്യേകിച്ച് ഞാൻ പറയുന്ന അവിടെ UAE-യുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുള്ളപ്പോൾ UAE-ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇറാനെ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇന്ത്യക്ക് ആവശ്യം UAE ആയിട്ടുള്ള സൗഹൃദമാണ്. ഇന്ത്യയുടെ 2ാമത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് UAE. അതാണ് വേറൊരു വിഷയം. പിന്നെ എണ്ണയുടെ കാര്യം പറയുമ്പോൾ ഇന്ത്യക്ക് വില കുറച്ച് ക്രൂഡ് ഓയിൽ ഇറാൻ വിറ്റിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് അങ്ങനെ ഇരിക്കുമ്പോഴും ഇറാൻ എന്തുകൊണ്ട് ഇന്ത്യക്ക് വില കുറച്ച് എണ്ണ വിറ്റു? ആ സമയത്ത് അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ ധൈര്യപ്പെട്ട 2 രാജ്യങ്ങളെ ഉണ്ടായിരുന്നു. ഒന്ന് ചൈന, മറ്റൊന്ന് ഇന്ത്യ. അത് കാരണമാണ് അമേരിക്ക ഉപരോധങ്ങളെല്ലാം പിൻവലിച്ച് പതുക്കെ വളരെ മിനിമൽ രീതി, അതായത് ഒരു ദിവസം 2 ലക്ഷത്തിലധികം ബാരൽ
ക്രൂഡ് വിൽക്കാനുള്ള അനുവാദം ഇറാന് കൊടുത്തപ്പോൾ അടുത്ത നിമിഷം വില കൂട്ടി ഇറാൻ. അപ്പൊ ഇറാൻ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല വില കുറച്ച് തന്നെ. ഇറാന്റെ അടുക്ക പോയി എണ്ണ വാങ്ങിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് വില കുറച്ച് തന്നു. വില കുറച്ച് തന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി വാങ്ങിക്കത്തില്ല. ഏത് റിസ്ക് എടുക്കുന്നതിനും ചില ലാഭം കിട്ടണം. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അതിൽ കൂടുതലൊന്നും പറയണ്ട. പിന്നെ ഇറാൻ ഇന്ത്യയെ അനുകൂല നിലപാടെടുത്തിരുന്നത് ശരിയാണ്. ചില ഘട്ടങ്ങളിലൊക്കെ ഇറാൻ ഇന്ത്യ അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഒരിക്കൽ UNHRC, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം വന്നു. അവിടെ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഇറാന് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരുന്നു കാശ്മീർ വിഷയത്തിൽ. അത് 2004 എന്തോ ആണ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇറാൻ ആ ഒരു നിലപാടിൽ നിന്ന് മാറി. 2010 ആയപ്പോഴത്തേക്കും ഖമേനി കശ്മീർ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാടിൽ, അത് തരാതരത്തിൽ ഖമേനി അങ്ങനെ നിലപാടുകൾ മാറ്റിയിരുന്നു. 2017 ശേഷം അയത്തുള്ള അലി ഖമനേയി മിക്കവാറും വളരെ കൃത്യമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടാണ് എടുത്തത്. 2017 ശേഷം 4 പ്രാവശ്യം ഇത്തരം നിലപാടുകൾ അയത്തുള്ള അലി ഖമനേയി എടുത്തിട്ടുണ്ട്. 2017 കാശ്മീർ വിഷയത്തിൽ ലോക മുസ്ലിങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രക്ഷോഭം നടത്തണം എന്നൊരു ആഹ്വാനം അയത്തുള്ള അലി ഖമനേയി നടത്തി. 2020 ഡൽഹിയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഖമനേയി ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടു. ആ ട്വീറ്റ് പ്രകാരം ഡൽഹിയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ കൊന്നൊടുക്കുകയാണ് എന്നുള്ള അതിനിശിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഖമനേയി ഉന്നയിച്ചത്. 2024 തുടക്കത്തിൽ അതുപോലെ പിന്നെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ട്വീറ്റ്, അതായത് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് കൊണ്ടുവരുന്ന ഒരു സമയത്ത് അതിനെതിരെ അതിശക്തമായിട്ടുള്ള ട്വീറ്റുകൾ ഖമനേയി പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 2024 അവസാനത്തോടു കൂടി ഇന്ത്യയിലെ സ്ഥിതി ഗാസയോടും മ്യാൻമാറിൽ മുസ്ലിങ്ങൾ നേരിടുന്ന അവസ്ഥയാണെന്നുമൊക്കെ ഉള്ള രീതിയിൽ ഖമനേയി പിന്നെ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളുടേതിന് സമാനമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്നുപോലും സൂചിപ്പിക്കുന്ന ട്വീറ്റുകൾ അവിടെ വന്നിരുന്നു. തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ഇറാനുമായിട്ട് ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ ഡൽഹിയിൽ ഇസ്രായേൽ എംബസിയുടെ ഒരു കാറ് പോയപ്പോൾ അതിൽ ഒരു സ്റ്റിക്കർ ബോംബ് പതിക്കാനായിട്ട് ഇറാനെ അനുകൂലിക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രമിച്ചിരുന്നു. ഇന്ത്യ അതിശക്തമായ നിലപാടുകൾ എടുക്കുമെന്നും അതോടുകൂടി ഇറാന്റെ എംബസി തന്നെ പൂട്ടിപ്പോകേണ്ട വരുമെന്നും ഒക്കെയുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിൽ വന്നപ്പോഴാണ് അവർ പിന്നീട് അത്തരം പ്രവർത്തികളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഇന്ത്യയോട് ചില കാര്യങ്ങളൊക്കെ അനുകൂല നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്, ചില സമയങ്ങളിൽ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ഷാ ഇരുന്ന കാലത്തേക്കാൾ മെച്ചമായിരുന്നു ഖമനേയി ഇരുന്ന കാലത്ത്. ഷാ ഭരിച്ചിരുന്ന കാലത്ത് പാകിസ്ഥാന് പരിപൂർണമായിട്ട് അനുകൂലമായിരുന്നു. പക്ഷേ ഖമനേയി വന്നപ്പോൾ പാകിസ്ഥാനോടുള്ള അനുകൂല നിലപാട് കുറേയൊക്കെ മാറ്റി. അതിന് വേറൊരു കാരണമുണ്ട്. അത് സുന്നി ഷിയ സംഘർഷമാണ്. ഖമനേയിയെ പോലുള്ള ഒരു ഷിയ ഭരണകൂടം നിലവിൽ വന്നപ്പോൾ പാകിസ്ഥാൻ അതിശക്തമായിട്ട് അതിനെതിരെ തിരിഞ്ഞു. പാകിസ്ഥാനിലുള്ള ചില തീവ്രവാദ സംഘങ്ങൾ ഇറാനിൽ പോയി ആക്രമണം നടത്താൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇനിയിപ്പം ഗൗതം ആദ്യം ചോദിച്ചതുപോലെ അതിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇന്ത്യക്കെതിരെ തീവ്രവാദ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ മിസൈലുകളോ ഒക്കെ വിട്ട് എന്തുകൊണ്ട് ഇന്ത്യ പിന്നെ ഇറാനെ അനുകൂലിക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യം വന്നാൽ ഇന്ത്യയുടെയും കൂടി ശത്രുത പിടിച്ചു പറ്റുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇറാന് നേടാനില്ല. ഇപ്പം സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ ഇറാൻ എംബസി കൂട്ടാൻ ഇന്ത്യ ആവശ്യപ്പെട്ടാലും, അല്ലെങ്കിൽ ഇറാൻ കപ്പലുകളെയും ഇറാന്റെ മറ്റു സൈനിക അസറ്റുകളെയും ഇന്ത്യ ലക്ഷ്യം വെച്ചാലോ, ഇന്ത്യക്ക് നിസ്സാരമായിട്ട് ഇന്ത്യക്കൊരു 8000 കിലോമീറ്റർ ഒക്കെ റേഞ്ചുള്ള ധാരാളം മിസൈലുകളുണ്ട്. അവിടം വരെ ചെല്ലാൻ ഒരു 2000-2500 ഒരു അഗ്നി 2-ന്റെയോ 3-ന്റെയോ കാര്യമില്ല. അഗ്നി 4-5 ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇറാൻ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. വെറുതെ ഒരു ശക്തനായ ശത്രുവിനെയും കൂടി ഇറാൻ ഉണ്ടാക്കും
എന്ന് ഞാൻ കരുതുന്നില്ല. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അസ്വസ്ഥതയുണ്ട് ഇറാന്. സ്വാഭാവികമായിട്ടും ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള വളർന്നു വരുന്ന സൗഹൃദത്തിൽ, അതുപോലെ ഇസ്രയേൽ പറഞ്ഞതുപോലെ ഒരു ഹെക്സഗണൽ അലയൻസ് രൂപപ്പെടുകയാണ്. ചില ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലും ഇന്ത്യയും അതുപോലെ തന്നെ സൈപ്രസും ഗ്രീസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഹെക്സഗണൽ അലയൻസ്, മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ട്രേഡ് കോറിഡോർ, ഇതൊക്കെ വരാൻ പോവുകയാണ്. എന്തായാലും ഇറാനിലെ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം, ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ഒരു ജനകീയ ഭരണകൂടം അവിടെ നിലവിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യയോട് സൗഹൃദമായിരിക്കും കാണിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെയും കൂടെ വികാരം മനസ്സിലാക്കി അത് കണക്കിലെടുത്താണ് ഇന്ത്യ ഖമനയുടെ വധത്തെ അപലപിക്കാതിരുന്നതും, അല്ലെങ്കിൽ ഇറാനെതിരെ നടക്കുന്ന ആക്രമണത്തെ അപലപിക്കാത്തതും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഇന്ത്യ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ തീവ്രവാദത്തിന് പൂർണ്ണമായിട്ട് എതിരുമാണ്. ഇതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കാതൽ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.